വയറിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന രോഗികൾക്ക് പലപ്പോഴും നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ പുളിച്ചിതകട്ടലോ അല്ലെങ്കിൽ വയറിൽ കത്തി കാളിച്ച എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിലോ അവരുടെ ഭക്ഷണക്രമത്തിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സമയം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ് ലെവൽ ഇതൊന്ന് മാനേജ് ചെയ്യുക കറക്റ്റായിട്ട്. സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് വയറിൻ്റെ അസുഖങ്ങൾ കൂടുന്നതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അത് അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നെഞ്ചെരിച്ചിൽ, പുളിച്ചിതട്ടൽ ഇത്തരത്തിലുള്ള GERD പോലുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു സ്ട്രെസ്സ് കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ് പ്രീബയോട്ടിക് ആയിട്ടുള്ള കുറച്ച് ഫുഡുകൾ, അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അത്തരത്തിൽ വരുന്നതാണ്. തൈര് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണമായിട്ട് ഇത്തരത്തിൽ വയറിൻ്റെ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് നമുക്ക് പഴങ്കഞ്ഞി എന്ന് പറയുന്ന ഒരു ഭക്ഷണം. പഴങ്കഞ്ഞിയിൽ നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് അധികം പുളിയില്ലാതെ തൈരൊക്കെ ഒഴിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വയറിന് ധാരാളമായിട്ട് പ്രോബയോട്ടിക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഒരു കൂളിംഗ് എഫക്റ്റ് വയറിന് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് IBSO അല്ലെങ്കിൽ അത്തരത്തിലുള്ള IBD അല്ലെങ്കിൽ വയറിൻ്റെ മറ്റു അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും ഈ ഒരു ഫുഡ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്മോക്കിംഗ്, അതുപോലെ ആൽക്കഹോൾ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അമിതമായിട്ട് ചൂടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പുളി അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ഒരു ശീലമുള്ള ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഈ GERD, അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഉറങ്ങുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ ഭക്ഷണം ക്രമീകരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴി ഒരു പരിധിവരെ അവരെ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി ചികിത്സയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് വയറിൻ്റെ അസുഖങ്ങൾക്കുള്ളത്. എന്താണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത് ആ കാരണം കണ്ടെത്തി അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷനും കൂടെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് നെഞ്ചെരിച്ചിൽ, പുളിച്ചിതകട്ടൽ, വയറിൻ്റെ എരിച്ചിൽ, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇന്ന് അവൈലബിൾ ആണ്.